പൗരത്വ ഭേദഗതി നിയമം 7 ദിവസത്തിനുള്ളിൽ രാജ്യത്ത് നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശന്തനു ഠാക്കൂർ. പശ്ചിമ ബംഗാളിലെ ഒറൂവിൽ പൊതുസമ്മേളനത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന. আগামী এক সপ্তাহের মধ্যে ভারতবর্ষ পশ্চিমবঙ্গ সহ ভারতবর্ষের প্রত্যেকটা স্টেটে সিএ লাগু হবে এবং সেটা আপনারা দেখবেন। আজকে সেই গ্যারান্টি এই মঞ্চ থেকে দিয়ে যাচ্ছি। അരുൺ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അരുൺ, ഈ പൗരത്വ ഭേദഗതി നിയമം 7 ദിവസത്തിനുള്ളിൽ രാജ്യത്ത് നടപ്പാക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കേന്ദ്രമന്ത്രിയായ ശന്തനു ഠാക്കൂർ. പശ്ചിമ ബംഗാളിൽ ഒരു പൊതുസമ്മേളനത്തിലാണ് ഇത് പറയുന്നത്. അവിടെ ആ കൂടിയ BJP-യുടെ പ്രവർത്തകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് ഇതെന്ന് കരുതാൻ കഴിയില്ല. കാരണം അയോധ്യ പ്രതിഷ്ഠ പോലെ അജണ്ടകൾ ഓരോന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണോ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കാരണം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും എന്ന് പറഞ്ഞ് BJP പ്രവർത്തകരെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയണമായിരുന്നെങ്കിൽ ഒരു കൃത്യമായ ഒരു ദിവസം ഇതിൽ പ്രഖ്യാപിച്ചത് തന്നെയാണ് ഇതിൽ നമുക്ക് അത് പ്രത്യേകമായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുത. കാരണം ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് പല കോണുകളിൽ നിന്നും BJP-യുടെയും RSS-ന്റെയും നേതാക്കൾ പല വേദികളിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതെന്ന് നടപ്പിലാക്കുമെന്ന തരത്തിലുള്ള കൃത്യമായ ഒരു ദിവസം എണ്ണിക്കൊണ്ടുള്ള ഒരു വസ്തുത. കാരണം ഇത് 7 ദിവസത്തിനകത്ത് നടപ്പിലാക്കുമോ എന്നുള്ളതല്ല, ഇതിനൊരു കാലപരിധി ഇവർ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു, ഇവരുടെ നേതാക്കൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിലൂടെ സൂചനയായി നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. കാരണം ഡിസംബറിൽ കൊൽക്കത്തയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനം നടത്തി. എന്തായാലും ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ ഒരു നയ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഇവരുടെ ഒരു നീക്കം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവർ ഈ ബംഗാളിയാണ് ഇദ്ദേഹം ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. 7 ദിവസത്തിനകത്ത് പശ്ചിമ ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം CA നടപ്പിലാക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെന്നാണ് ഈ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഠാക്കൂർ ബംഗാളി ഭാഷയിൽ പറഞ്ഞത്. ഇദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ CA പ്രസ്താവന ആവർത്തിക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊൽക്കത്തയിലെ പൊതുസമ്മേളനത്തിൽ ഈ ഒരു സംഭവം ഈ ആർക്കും തടയാൻ കഴിയില്ല. ഈ CA നടപ്പാക്കും, കേന്ദ്ര സർക്കാർ അത് തീർച്ചയായും നടപ്പാക്കും, ഈ ഒരു നടപ്പാക്കുന്നത് ആർക്കും തടയാൻ കഴിയില്ലെന്ന് അമിത്ഷാ അന്ന് തറപ്പിച്ചു പറഞ്ഞിരുന്നു. ഈ ഒരു വിഷയം ഇത് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് പശ്ചിമ ബംഗാളിലും രാജ്യത്തുടനീളം എല്ലാം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു പ്രസ്താവന എന്നുള്ള ഇതും കൂടെ ഒരു വസ്തുത കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം 2 മാസങ്ങൾക്കകം ഇനി തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാവണം. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ ആരംഭിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. കാരണം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഒരു ജനമധ്യത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊരിക്കലും വില കുറച്ച് കാണാനാവില്ല. എന്തായാലും ആ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് നൽകാൻ കഴിയുന്ന സൂചന. ഇവിടെ ഈ പൗരത്വ നിയമ ഭേദഗതി പാസ്സായെങ്കിലും ഈ ചട്ടങ്ങളും മറ്റും നിലവിൽ വരാത്തത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അത് തയ്യാറാക്കാത്തത് കൊണ്ടാണല്ലോ നിയമം അവർ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യാത്തത്. പക്ഷേ ഇതാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. സ്വാഭാവികമായും ഇത്തവണ BJP-ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് രാജ്യം നേരിടുന്ന ഗൗരവതരമായ ഒരുപാട് ഗുരുതരമായ സാഹചര്യങ്ങൾ അവരെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുന്ന പശ്ചാത്തലത്തിൽ ഒന്ന് രാമക്ഷേത്ര പ്രതിഷ്ഠ അവർക്ക് പ്രതിരോധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധം, മറ്റൊന്ന് പൗരത്വ ഭേദഗതി കൂടി കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതൊന്നുകൂടി ഉറപ്പിക്കാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ ഇതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. കാരണം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ നിയമം പാസ്സാക്കുകയും 2019 രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യയിലുടനീളം അരങ്ങേറിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ നിലപാടുകളെല്ലാം ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം ശക്തമായ ഒരു പ്രതിഷേധാർഹമായ നിലപാട് ഈ ഒരു നിയമം നടപ്പിലാക്കി കരിനിയമം എന്ന് തന്നെ വിശേഷിപ്പിച്ച് ഈ നിയമത്തെ നടപ്പിലാക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ CAക്ക് വേണ്ടി ഇദ്ദേഹം ഇതുവരെ ചട്ടങ്ങൾ രൂപീകരിക്കുകയും നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യാത്തതിലാണ് ഇപ്പോൾ ഒരു അനിശ്ചിതത്വം കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുള്ളത്. കാരണം
ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഈ ജനദ്രോഹപരമായ കാര്യങ്ങളുണ്ട്. കാരണം തൊഴിലില്ലായ്മ, അങ്ങനെയുള്ള കോർപ്പറേറ്റുകളെ സഹായിക്കുക, ഈ സഹകരണ സ്ഥാപനങ്ങൾ, അതായത് സഹകരണ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുക, സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുക, ഇങ്ങനെയെല്ലാം വലിയ രീതിയിലുള്ള കാർഷിക മേഖല ആകെ തകർന്നു. അതുമേലെയുള്ള വിലക്കയറ്റം ഈ ഒരു വിഷയങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഒരു വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തെറ്റിക്കുന്നതിന് വേണ്ടി രാമക്ഷേത്രവും, കൂടാതെ ഇപ്പോൾ അറിയാം ഈ കാശിയിലെയും മധുരയിലെയും ക്ഷേത്രങ്ങൾ കൂടി ഇപ്പോഴും സർവേ നടത്തി അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നതാണ്, അവിടെ പള്ളി പൊളിക്കണമെന്ന തരത്തിലുള്ള വാദങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. അയോധ്യയും രാമനും ഈ കാശിയിലെ ക്ഷേത്രവും മധുരയിലെ ക്ഷേത്രവും എല്ലാം വലിയ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് RSSനും അല്ലെങ്കിൽ BJPക്കും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഏക കാര്യം. മറ്റുള്ള ജനദ്രോഹപരമായ ഒരു കാര്യങ്ങളിലും പ്രതിഷേധങ്ങളിലും ഇവർ വകവയ്ക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്, ഏറ്റവും പുതുതായിട്ട് പറയാൻ പറ്റുന്ന ഉദാഹരണം തന്നെയാണ് ഇവർ ഈ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തുടനീളം നടപ്പിലാക്കുമെന്നുള്ള കേന്ദ്രമന്ത്രിയുടെ ജനമധ്യത്തിലുള്ള ഒരു പ്രസ്താവന എന്ന് തന്നെ കരുതണം. കാരണം ഈ അയോധ്യ ക്ഷേത്രം പോലും വളരെ വലിയൊരു ഈ വർഷങ്ങൾ നീണ്ട അവരുടെ നിയമയുദ്ധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും എല്ലാം ഫലമായി അവിടെ അവർ നിർമ്മിച്ചെടുത്തു. ആരുടെ എതിർപ്പുകളെല്ലാം വകവയ്ക്കാതെ, ആ പ്രതിഷേധങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ അവർക്ക് അത് അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം അവർക്ക് വളരെ ഈസിയായി നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി. ശരി, നമുക്ക് ഏതായാലും അത് വളരെ വ്യക്തമാണ്. 7 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ശന്തനു ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പശ്ചിമ ബംഗാളിലെ ഒരു പൊതുസമ്മേളനത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന. അത് ആ സമ്മേളനത്തിൽ കൂടിയിരിക്കുന്ന അണികളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വാചകം എന്നതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ BJPയുടെ അടുത്ത അജണ്ട എന്ന് പറയുന്നത് അത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതായിരിക്കും എന്ന സൂചനയ്ക്കപ്പുറത്തേക്ക് എന്ന ഉറപ്പ് അവർ മുന്നോട്ട് വയ്ക്കുകയാണ് ഇതിലൂടെ. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ധ്രുവീകരണത്തിനുള്ള സാധ്യതകളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് കാണാൻ പോകുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിവരങ്ങളാണ് അരുൺ ദില്ലിയിൽ നിന്ന് നൽകിയത്.